ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, ഗോൾഡ് കോയിൻസ്, മൊബൈൽ ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. ഇമ്മാനുവൽ സീൽസ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ഗണേശോത്സവം നടന്നു. ശനിയാഴ്ച വൈകിട്ടോടെ വിവിധ സ്ഥാനീയ സമിതികളിൽ നിന്നു വന്ന ഘോഷയാത്രകൾ മേലെ പട്ടാമ്പിയിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ RSS ഗണ്ട് സംഘചാലക് VV രവീന്ദ്രനാഥ് ഭദ്രദീപം തെളിയിച്ചു. തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൻ്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ വിളിച്ചറിയിക്കുന്ന ഇതുപോലത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് പലപ്പോഴും എനിക്ക് എൻ്റെ ജോലിയിൽ അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന എൻ്റെ സിനിമകളിൽ എനിക്കത് പലപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട്. മാളികപ്പുറം എന്നൊരു സിനിമയ്ക്ക് ഒരു വലിയ സപ്പോർട്ട് തന്നൊരു സ്ഥലമാണ് പട്ടാമ്പി. ഈ പടത്തിന് ഒരുപാട് കളക്ഷൻ കിട്ടിയ സ്ഥലങ്ങളിൽ ഒന്നാണ് പട്ടാമ്പി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു നാട്ടിൽ ചെല്ലുന്ന അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ പട്ടാമ്പിയിലേക്ക് എത്തിയതും. അപ്പോൾ ആദ്യം ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഒരു നല്ല മഴ പെയ്യാമോ എന്നൊരു സാഹചര്യം. അപ്പോൾ ഞാൻ ഒന്ന് ഭയന്നു, ദൈവമേ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത്രയും ആഗ്രഹിച്ചു വന്നൊരു പരിപാടി നടക്കാതെ പോകുമെന്ന് തോന്നി. പക്ഷേ ഈ പറയുന്ന ഒരു അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം പ്രകൃതി പോലും നമുക്ക് അനുകൂലമായിട്ട് മാറിയെന്ന് വന്നിരിക്കുകയാണ് ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടി. ഇതുപോലത്തെ ചടങ്ങുകൾ കേരളത്തിൽ സംഘടിക്കുന്നത് വഴി കുറച്ച് മുന്നേ സംസാരിച്ച ആൾ പറഞ്ഞ പോലെ ഇതൊരു വിഭാഗത്തിൻ്റെ മാത്രം ആഘോഷമോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ ആയിട്ടല്ല ഞാൻ കാണുന്നത്. ഇതൊരു സംസ്കാരത്തിൻ്റെ, ഒരു നാടിൻ്റെ, ഒരു പൈതൃകത്തിൻ്റെ കൂടിച്ചേരലാണ്. ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന ഒരു പരിപാടിയായി ഇനി വരും വർഷങ്ങളിൽ ഇത് മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KP ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ സംവിധായകൻ ശ്രീദേവ് കപൂർ മുഖ്യാതിഥിയായി. NK രജിൻ കൃഷ്ണൻ, NP മുരളീധരൻ, P ശിവദാസൻ, ചന്ദ്രൻകുട്ടി, രമേശൻ കാങ്കലത്ത്, KC സുരേഷ് ബാബു, മോഹനൻ എമ്പ്രാന്തിരി, P സുധാകരൻ, P പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നിമഞ്ജന ഘോഷയാത്രയും വൈകിട്ടോടെ ഭാരതപ്പുഴയിൽ ഗണേശ വിഗ്രഹ നിമഞ്ജനവും നടന്നു.